ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ ഒരു കാറ്റ് ഷോന് പോവാണ്. വൈഫിനോട് കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ആൾ സർപ്രൈസ് ആയിട്ട് കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ വെന്യൂ വരുന്നത് ജയമഹൽ പാലസിൻ്റെ എക്സിബിഷൻ ഹാളിലാണ്. ടിക്കറ്റ് ചാർജ് 149 and 150 റേഞ്ചിൽ വരുന്നുണ്ടായിരുന്നു. കുറേ കാറ്റ്സ് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. സോ രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി. എങ്ങോട്ടാന്നൊന്നും ഹരി എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ കുറേ പ്രാവശ്യം ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരു 1 hour ജേണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. ഇത് പോകുന്ന വഴിക്ക് ഓരോ സ്ഥലങ്ങളാണ്. നല്ല നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. മോഡറേറ്റ് ട്രാഫിക്കാണ്, വലിയൊരു ബഹളം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സണ്ണി ഡേ ആണ്, മഴയൊന്നുമില്ല. അതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ഞങ്ങളങ്ങനെ പോയി. ആ ഏരിയ റീച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം പുറത്ത് അവരതിൻ്റെ ബോർഡോ ബ്രോഷേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അവർ സൈറ്റിൽ കൊടുത്തിരുന്ന മാപ്പ് എക്സാക്ട് ലൊക്കേഷൻ ഇട്ടിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എക്സിബിഷൻ ഹാളിലാണ് ഉണ്ടാവുകയെന്ന് അറിയായിരുന്നു. സോ അങ്ങോട്ട് പോയി. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കുറച്ച് മോണ്യുമെൻറ്റ്സും പോകുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടു. പിന്നെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ലൊക്കേഷനിലെത്തി. അപ്പോൾ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ വെച്ചു. കൗണ്ടർ ഉണ്ടായിരുന്നു മുമ്പിൽ. അപ്പോൾ അവിടുന്ന് ഓൺലൈൻ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തവർക്ക് അവിടുന്ന് ടിക്കറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കാറ്റ് ഷോൻ്റെ ഏരിയ. ആളിതാ പൂച്ചേൻ്റെ കൂടെ സൺഗ്ലാസസ് ഇട്ട പൂച്ചയുടെ കൂടെ നിൽക്കുകയാണ്. 2 പൂച്ചകൾ. ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പേ അവർ പിന്നെ കയ്യിൽ നമുക്ക് ടാറ്റു പേസ്റ്റ് ചെയ്യും. പിന്നെ ഉള്ളിലോട്ട് പോയി ഒരു വലിയ ക്രൗഡല്ല, ഒരു മോഡറേറ്റ് ക്രൗഡാണ്. പിന്നെ ഡ്രൂൾ ബ്രാൻഡിൻ്റെ അവരുടെ കുറേ മാർക്കറ്റിംഗ് സ്റ്റഫ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാറ്റ് ഫുഡ്, ഡോഗ് ഫുഡ്, അവർക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്ത് ഡിസ്പ്ലേസിലുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഓൾറെഡി അവിടെ ഓപ്പൺ ആയിരുന്നു. പിന്നെ വലിയൊരു ക്രൗഡ് എന്നല്ല, മോഡറേറ്റ് ആണ്. പിന്നെ കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാണാം. കുറേ പെറ്റ് പാരൻസ് ഉണ്ട്. പിന്നെ അവരവരുടെ കാറ്റ് ക്യാരി ബാഗൊക്കെ ഉണ്ടായിരുന്നു, അതിലാണ് അവർ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ മെയിൻ ഹാള്. അപ്പോൾ ഹാളിൽ സ്റ്റേജിലും 4 കൗണ്ടേഴ്സിൽ ഓരോ കാറ്റ്സിനെ മീൻസ് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കൂട്ടത്തിൽ കിട്ടിയ ഒരാളാണ്, വണ്ടറടിച്ച് മേലോട്ട് നോക്കിയിരിക്കുകയാണ്. ആളുടെ പേര് കിട്ടിയില്ല, പെറ്റ് ചെയ്യാനേ പറ്റിയുള്ളൂ. കാരണം കുറച്ച് വില്ലനാന്ന് പറഞ്ഞതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് കാറ്റ് ഷോയ്ക്ക് കൊണ്ടുവന്നതാണ് മനസ്സിലായത്. ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു ഇതായിരുന്നു, ഒരു ഇമോഷനായിരുന്നു എനിക്ക്. കാരണം എനിക്ക് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഹരിക്കും അതുപോലെ തന്നെ ഇഷ്ടമാണ്. എന്നാലും എനിക്കാണ് ക്യാറ്റ്സ് കൂടുതലായിട്ട് ഇഷ്ടം. അവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ കാറ്റ് ഷോയ്ക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ക്യാറ്റ്സിനെയൊക്കെ കൊണ്ടുവന്ന് കെയറൊക്കെ ചെയ്യുന്ന കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി. കാരണം എന്നെപ്പോലെ തന്നെ ക്യാറ്റ്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കുറേ ക്യാറ്റ്സിനെയൊക്കെ എടുക്കാനൊക്കെ പറ്റി. അങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. അവിടെ പവലിയനിൽ കാറ്റ്സിനെ ഓരോന്നായിട്ട് അവർ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം റെസ്പോൺസ് ടൈമും അവരുടെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡോഗ്സൊക്കെ ആണെങ്കിൽ ജമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇവിടെ അതില്ല. പിന്നെ അത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വൈറ്റ് പൂച്ചേനെ അവിടെ കാണും, നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പ് ഒരു പൂച്ച. അപ്പോൾ ഇതേപോലെ കേജിൽ വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ചെസ്റ്റ് നമ്പർ കോൾ ചെയ്യുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോവുക. പിന്നെ ഞങ്ങൾ സൈഡിലോട്ട് പോയപ്പോൾ അഡോപ്ഷൻ്റെ അവിടെ 2 പൂച്ചകളുണ്ടായിരുന്നു. ഒരു ചെറിയ പൂച്ചക്കുട്ടി, പുള്ളിക്കാരി ഒരു ബ്രൗണും വൈറ്റും കോമ്പിനേഷൻ. പിന്നെ കുറച്ച് പ്രായമുള്ള ഒരു പൂച്ചക്കുട്ടനുണ്ടായിരുന്നു. ഇവർ 2 പേരാണ് അവിടെ അഡോപ്ഷനിൽ വെച്ചിരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട്, അവരായിട്ട് ഇങ്ങനെ ചെറുതായി പെറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അവർ പക്ഷേ ഇതിൻ്റെ ഡോറൊന്നും ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല. ഞാനതിനെയൊക്കെ തൊടുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നാടൻ പൂച്ചകൾ, എൻ്റെ വീട്ടിലൊക്കെ ഉള്ളത് നാടൻ പൂച്ചകളാണ്. അപ്പോൾ എനിക്ക് അതുങ്ങളെ എടുക്കാനൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ ചില പൂച്ചകളൊക്കെ കാണുമ്പോൾ ഇത്തിരി ഭീകരന്മാരാണെന്നൊക്കെ തോന്നും.
അവരെയൊക്കെ എടുക്കണേ കുറച്ച് കെയർ ചെയ്ത് വേണം എടുക്കാനില്ലെങ്കിൽ നമ്മളെ മാന്തും പിച്ചൊക്കെ ചെയ്യും. കുറേയൊക്കെ പെറ്റ് പാരൻസ് പെറ്റിനെ അങ്ങനെ വിടുന്നില്ല അവിടുത്തെ. പിന്നെ ചെറുതായിട്ടൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ആഫ്റ്റർനൂൺ ടൈം ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. സോ അതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങളുണ്ട്. കുറേ ആൾക്കാരൊക്കെ റെസ്റ്റ് എടുക്കുകയാണ് അവരുടെ കൂട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. പിന്നെ ഫുഡ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഡ്രിങ്ക്സ് അതൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂളേഴ്സ് വെച്ചിട്ടുണ്ട്. കൂളേഴ്സിൻ്റെ എയറും കൊണ്ട് കുറേ ആൾക്കാർ ഉറങ്ങിക്കിടക്കുകയാണ്. കുറേയൊക്കെ ക്യാറ്റ്സിനെ അവർ പുറത്തോട്ട് വെച്ചതുമുണ്ട്. അതിന് നമുക്ക് പിന്നെ പെറ്റ് ചെയ്യാൻ പറ്റും. കൂട്ടത്തിലൊരു ഫ്രീക്ക് പൂച്ചക്കുട്ടനെ കണ്ടിട്ടായിരുന്നു. ഗ്ലാസ്സസ് ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയ കൊച്ചാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ആൾ ഗ്ലാസ്സൊക്കെ വെച്ച് ഫുള്ള് കൂൾ ലുക്കിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ഇറിറ്റേഷനൊന്നും കാണിക്കുന്നില്ല. ആൾ സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ഇവനെ കാണാൻ അടിപൊളിയായിരുന്നു, പക്ഷേ എടുക്കാൻ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. കാരണം കുറച്ച് ഭീകര ലുക്കനായിരുന്നു. അവൻ്റെ അടുത്ത് ആരുടെ അടുത്തേക്ക് അങ്ങനെ പോകുന്നൊന്നുമില്ല. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ പൂച്ചകളൊക്കെ നോക്കി. ചിലതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. കണ്ടോ ഇവനിരിക്കണ നല്ല ഭയങ്കര സെക്സി ലുക്കിലാണ് ഇരിക്കുന്ന ആള്. ഇവൻ ഫുഡൊക്കെ അടിച്ച് കൂളായിട്ടിരിക്കുകയാണ്. ആ ബാക്കിലുള്ള ചെറിയ കൊച്ചാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ഇതേപോലെ ഓരോ പെറ്റ് സെൻറ്റേഴ്സും അങ്ങനത്തെ ആ ഏരിയയിൽ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് വരുന്നത്. അവർ ഗ്രൂമും ചെയ്യും, അതിനുശേഷം കോൺടെസ്റ്റിന് കൊണ്ടുപോയി അതിനുശേഷം തിരിച്ചുവിടെ വയ്ക്കും. ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, അവൻ കോംബ് ചെയ്ത് കൊടുക്കുന്ന അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. പിന്നെ ഈ വൈറ്റ് കിറ്റീനെ കണ്ടു, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അവർ ഫുഡൊക്കെ കൊടുത്ത് അതേപോലെ ഇതേപോലെ ടോയ്സൊക്കെ വെച്ച് ആളൊന്ന് ആക്റ്റീവാക്കി നിർത്തുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെസ് നമ്പർ കോൾ ചെയ്യുമ്പോൾ ആൾ ഉറങ്ങി വീഴാണ്ടിരിക്കാൻ വേണ്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ മുഖമൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കാറ്റ് ഫുഡ് പിന്നെ ഡ്രൂള് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അത് വെച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവനും വില്ലനാണ്, അവിടെ കിടന്ന് ഓടിക്കളിയാണ്. അവിടെ നിന്നപ്പോൾ ഒട്ടും ടൈം പാസ് ആയിരുന്നു അല്ലേ. ഇവരുടെ കൂടെ നിന്നിട്ട് ടൈം പോകുന്നേ അറിയണ്ടായിരുന്നില്ല. ഓരോ കിറ്റീസിനെയും പോയി കാണുമ്പോൾ കുറേ ആൾക്കാർ പിന്നെ ഉറക്കതാ, ഇയാളെ പോലെ കിടന്ന് ഉറക്കാണ്. ചേർക്കൊക്കെ വീട്ടിൽ പോയാൽ മതി എന്നേ ഉള്ളൂ. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചൂടുണ്ടായിരുന്നു, അതാണ് പ്രോബ്ലം. ചില ക്യാറ്റ്സിന് ഇങ്ങനെ ചൂട് പറ്റില്ല. അപ്പം അത് കുറച്ച് നമുക്ക് കാണുന്നുണ്ടായിരുന്നു. കുറച്ച് ക്യാറ്റ്സിനൊക്കെ ഇങ്ങനെ ചൂട് കൂടുതലാവുമ്പോൾ അവർക്ക് ഭയങ്കര സഫക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ശ്വാസം എടുക്കും. പിന്നെ പട്ടിക്കുട്ടന്മാർ ചെയ്യുന്ന പോലെ നാക്ക് പുറത്തിട്ടിട്ട് ശ്വാസം എടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവനൊരു ചൈനീസ് ആണ് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾക്ക് അറിയില്ല കാറ്റിന്റെ ഏത് ബ്രീഡാന്ന് പറയാനറിയില്ല. അതെ, ഞങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ളത് സാധാ പൂച്ചകളാണ്, നാടൻ പൂച്ചകളാണ്. അതുകൊണ്ട് കാറ്റിന്റെ ബ്രീഡിനെ കുറിച്ചൊന്നും അറിയത്തില്ല വലുതായിട്ട്, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പോയി കാണുന്നു. പിന്നെ അവിടെ പവലിയനിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ പോയി ഓൾമോസ്റ്റ് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അത് ഈവനിങ് ആയി തീർന്നപ്പോൾ തോന്നുന്നു. നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്തില്ല. നമ്മളെല്ലാ കുട്ടപ്പന്മാരെയും കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോയി. ഇവിടെ ഒരാൾ ഫുഡൊക്കെ കഴിച്ച് മേലെ കയറി ഇരിക്കുക. അപ്പോൾ അവർ കേജിൻ്റെ അകത്ത് ഫീഡ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് പുറത്തോട്ട് വയ്ക്കും. അപ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും. കുറച്ചുപേര് എടുക്കാനൊക്കെ സമ്മതിക്കുന്നുണ്ടായിരുന്നു. ചില ആൾക്കാർക്കൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു, പക്ഷെ ചിലവരൊക്കെ എടുത്തോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറേ പൂച്ചകളൊക്കെ എടുത്തു. കൂട്ടത്തില് വേറൊരു വില്ലൻ, ഓണറിന് ഉമ്മയൊക്കെ വെച്ചെടുത്ത്. ഇവൻ വെറും വില്ലനായിരുന്നു. ഇവന് കൂട്ടിക്കയറുന്നേ ഇല്ലായിരുന്നു. ഇവന് ഓടി എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണമെന്നേ ഉള്ളൂ. ആരെങ്കിലും കൈ കാണിച്ച അപ്പൊ ഓടിച്ചല്ലോ അങ്ങോട്ട്. അതായിരുന്നു ഇവൻ ആള് വികൃതിയാണ്. ഇപ്പൊ കാണാം മറ്റേറ്റത്തോട്ട് കടന്ന് ഓടും അവൻ. അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. അതാണ്. ഇതൊക്കെ അധികം ഈ പെറ്റ് സ്റ്റോർസ് ഓണേഴ്സാണ്. അപ്പോൾ അവരവരുടെ ഫാൻസി കിറ്റൻസിനെയും എല്ലാവരും ഒന്ന് ഡിസ്പ്ലേ ചെയ്യാനും കൂടി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സെയിൽസും അവർക്ക് ഇതൊന്ന് പ്രൊവൈഡ് ചെയ്ത് കിട്ടും. അതെ, കുറെ പേര് സെയിൽ ചെയ്യാൻ നിൽക്കുന്നുണ്ട് പൂച്ചകളെ. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അവനതാ തുടങ്ങി, സർക്കസ് തുടങ്ങി. അവന് പോണം. അവനെ പിടിച്ച് പുള്ളിക്കാരൻ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പിന്നെ അവൻ പുറത്തേക്ക് ചാടുന്നുണ്ടായിരുന്നു. അവൻ അവിടുത്തെ പൂച്ചകളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ കുറെ ചെറിയ ബ്രീഡ്സ് ഉണ്ട്.
അത് ഈ എല്ലാവരും കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓടിപ്പോകുന്നുള്ളൊരു പേടിയുണ്ട് കുറേ ഓണേഴ്സിന്. പിന്നെ ഇവനാണ് ചൂട് തീരെ സഹിക്കാൻ പറ്റാതെ, ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല രീതിയിൽ ചൂടടിച്ച്. ഈ ബ്ലാക്ക് പൂച്ചതാ ഇതാണ്. ഹീറ്റ് കൂടിയതുകൊണ്ട് ആള് ഒരു സൈഡിൽ കയറി നിൽക്കുകയാണ്. അതന്നെയാണെന്ന് വിചാരിക്കണു. ഓണർ പിടിച്ച അവിടെ ഒരു ക്യാറ്റിന് കളിക്കാനും റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ പിടിച്ചിരുത്തി. അവിടെ കുറേ ക്യാറ്റിന് പറ്റിയ ടോയ്സും ഫുഡും പിന്നെ ഡ്രസ്സും എല്ലാം അവർ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ ഒരു പൂച്ചക്കൂട്ടനെ ആൾക്ക് കിട്ടി, പിന്നെ വിടുന്നില്ല. ഇത് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. ഇങ്ങനെ ഒട്ടിയിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന്. ആരോ വന്നിട്ട് ഇതിന്റെ ബ്രീഡും കാര്യങ്ങളും ചോദിച്ചു, ആള് ബ്ലാങ്ക് അടിച്ചു തന്നു. ഇത് അടുത്തൊരു പൂച്ചക്കൂട്ടൻ. ഇവർക്ക് എല്ലാവർക്കും ഇതാണ്. കൂളർ ഫാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ ചൂട് തീരെ പറ്റുന്നില്ല ആർക്കൊന്നും. അതിൻ്റെ ഒരു കാര്യമുണ്ട്. ഇവനായിരുന്നു വിന്നർ. ഇവനായിരുന്നു വിന്നറായിരുന്നത്. ഇത് വേറൊരു കാറ്റിനെ ആൾക്ക് കിട്ടി. പിന്നെ ഒരു കേസ്, നമ്മളൊക്കെ കാറ്റ്സിനൊക്കെ കാണും, അവിടെ ചെന്നപ്പോൾ അഡോപ്റ്റ് ചെയ്യണമെന്നൊക്കെ തോന്നും. പക്ഷേ കൊണ്ടുവന്നാൽ രണ്ടുപേരും വർക്കിംഗ് ആണ്, വീട്ടിലാരും ഉണ്ടാവില്ല. ഇവൻ വീട് തലകുത്തനെയാക്കും. പിന്നെ നമുക്ക് നാട്ടിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാവും. ക്യാരി ചെയ്ത് കൊണ്ടുപോകും, അതൊക്കെ ഓക്കെയാണ്. ബട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് വെച്ച് പോകാൻ ഒരു മടിയാണ്. നമ്മൾ അതുപോലെ ആൾക്കാരെ ഏൽപ്പിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഒരെണ്ണം മേടിക്കാൻ. നാട്ടിൽ ഇഷ്ടംപോലെ പൂച്ചകളുണ്ട് പുറത്തുകൂടെ, നാടൻ കുട്ടികളുണ്ട്. ഇവ മടുത്തു പോയി കേട്ടോ. ഒരു വൈറ്റ് കിറ്റിയാണ്, അതിന്റെ ഓണറാണ്. ഇത് അടുത്ത ആള്. ഇവരൊക്കെ ആൾക്കാർ കണ്ട് 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 പെറ്റ് ചെയ്ത് മടുത്തിരിക്കുകയാണ്. അതാണ് കുറച്ച് ചൂടനായി നിൽക്കുകയാണ്. ഭയങ്കര ചൂടാണ്, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ നിങ്ങൾക്ക്. ഇത് പിന്നെ ഞങ്ങൾ പോവാൻ നേരത്ത് ഒരു പെറ്റ് പാരൻസ് കൊണ്ടുവരുമായിരുന്നു അവനെ. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നു. അപ്പം നോർമലി പ്രീതി അവർ പറഞ്ഞു നോർമലി എല്ലാവർക്കും ഉണ്ടാവും അവിടെ മിസ്റ്റേക്ക്. ആദ്യം കാണുമ്പം പെൺപൂച്ചയെന്ന് വിചാരിച്ചു, പ്രീതി ഇത് പേരിട്ടു. പിന്നെയാണ് അവൻ പ്രീതനാണെന്ന് മനസ്സിലായത്. അപ്പോൾ അവരത് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ. ഇവർ ലാസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ ചെസ് നമ്പർ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ആളൊന്ന് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. അടിപൊളിയായിരുന്നു. ഷോ എങ്ങനെ ഉണ്ടായിരുന്നു ഹരി? നല്ല കാറ്റ് ഷോ അല്ലേ? അടിപൊളിയായിരുന്നല്ലേ? പൂച്ച മാന്തിയൊന്നും ഇല്ല. പൂച്ചകളൊക്കെ പാവം പൂച്ചകളാ. പാവം പൂച്ചയൊന്നുമല്ല, ഫുള്ള് വില്ലന്മാരാ. വില്ലന്മാരൊന്നും ഇല്ല, നല്ല നല്ല വില്ലന്മാരും വില്ലത്തികളാണ് കൂടുതലും. സോ സ്വീറ്റ്. ഫുള്ള് വില്ലന്മാരാണ്. എല്ലാരും വില്ലന്മാരാണ്, എല്ലാരും വില്ലത്തികളാണ്. പാലസ് ഹോട്ടൽ ആണോ? അങ്ങനെ കാറ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഹരി എങ്ങോട്ടാ പോകുന്നത്? അമ്പർട്ടൻ കൊച്ചിൻ സീ ഫുഡ്. കിട്ടി എന്നാണ്. ഞങ്ങൾ സീ ഫുഡാണ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ സീ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. കിട്ടിന്ന് പറയാം. അങ്ങനെ റോഡിന്റെ നടുക്ക് പശുക്കുട്ടികളെ കുറയണം.
പോകുന്ന വഴിക്ക് ആൾക്ക് മിൽക്ക് ഷേക്ക് കുടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ നേരെ ഒരു കരിക്കിൻ്റെ സ്റ്റാളിലേക്ക് കൊണ്ടുപോയി. അതാകുമ്പോൾ സേഫായിട്ട് കുടിക്കാമല്ലോ. അപ്പോൾ പുള്ളി റീസണബിൾ ആയിട്ട്, അതായത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ലിക്വിഡും ഉള്ള നല്ല കരിക്കും കാര്യങ്ങളൊക്കെയാണ് ആൾ വിറ്റോണ്ടിരിക്കുന്നത്. 40 റുപ്പീസേ ഉള്ളൂ ഏതാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ക്രീം ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും 40 റുപ്പീസിന് വെർത്ത് ഇറ്റ്. അടിപൊളിയായിരുന്നു. അതെ, ബാംഗ്ലൂർ ബാക്കിയുള്ളിടത്തെല്ലാം ഒരു 60 റുപ്പീസ് 70 ഒക്കെയാണ്. ഇവിടെ മാത്രം 40 കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ വിചാരിച്ചു 40 ഉള്ളൂ എന്ന്. നല്ലതായിരുന്നു കരിക്ക്. ആദ്യം ചൂടുണ്ടാവുന്ന വിചാരിച്ചു, പക്ഷേ തണുത്തതായിരുന്നു രണ്ടും. നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ 10 കൊച്ചിൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കൂടെ പോയ സമയത്ത് അതാ ഒരു പട്ടിക്കുട്ടൻ വണ്ടീൻ്റെ ഉള്ളിലിരുന്ന് ഓണറിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, തലയും പുറത്തിട്ട്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അധികം ആൾക്കാരും ഇവിടെ സദ്യയ്ക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. ഞങ്ങൾ പിന്നെ മെനുവിൽ കുറച്ച് നോക്കി, അറിയാലോ നോൺ വെജിൻ്റെ ആൾക്കാരായതുകൊണ്ട് ഫിഷ് ഫുഡ് ഏതാ ഉള്ളതെന്നുള്ള തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. മെനു ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല സൂപ്പും സ്റ്റാർട്ടേഴ്സൊക്കെ കാണുന്നുണ്ട്. വേറെയും കുറച്ച് കാര്യങ്ങൾ, അതായത് വിഷ്വൽ പ്രസൻറ്റേഷൻ അടിപൊളിയാണ്. അവരുടെ വെച്ചിരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മലയാളി റെസ്റ്റോറൻ്റ് ആണ്. ഓണേഴ്സ് മലയാളീസ് ആണ്. അതിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു ഒന്ന്. ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ഒക്കെ ചെയ്തിട്ട് സീറ്റൊക്കെ കിട്ടിയത്. നല്ല തിരക്കുള്ള ഒരു ഇതാണ്. ഇന്ദിരാനഗറാണ് ഈ സ്പോട്ട് ഉള്ളത്. കരിങ്കാലി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്. ഒരു മലബാർ ചിക്കൻ ബിരിയാണി, പിന്നെ പ്രോൺസ് ഗീ റോസ്റ്റ്, നൂൽ പൊറോട്ട ഉണ്ട്, മാംഗോ കറി, ഇഷ്ടപ്പെട്ട മാംഗോ കറി, മാംഗോ കറി ഉണ്ട്, പിന്നെ സംഭാരം, പിന്നെ ഒരു ഹോട്ടലാണ്. അതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതൊക്കെ കഴിച്ച് എന്നുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും കഴിക്കില്ല, ഇതൊന്നും കഴിക്കില്ല. എല്ലാം ബാക്കിയിടും. പൊറോട്ടന്റെ കൂടെ കഴിച്ചു നോക്കുന്നതായിരിക്കണ്ടേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ച് വീട്ടിലെത്തി. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത്, പിന്നെ ബിഗ് ബോസിൻ്റെ ഫാൻ ആയതുകൊണ്ട് ബിഗ് ബോസ് ഒക്കെ കണ്ടു ഞാൻ. അത്രയേ ഉള്ളൂ അന്നത്തെ ദിവസം. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.